അബ്രഹാം. ഞാൻ ബ്രില്യനിലാണ് പഠിച്ചത്. എൻ്റെ വീട് കോഴിക്കോട് ചക്കിട്ടപ്പാറയിലാണ്. എനിക്ക് ഇത്തവണത്തെ നീറ്റ് എക്സാമിന് 692 മാർക്കാണ്. ഓൾ ഇന്ത്യ റാങ്ക് 2821. അപ്പം ഇപ്രാവശ്യം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു സ്കോറ് കിട്ടിയതിൽ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് നീറ്റ്, അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാൻ ഇക്കൊല്ലം ബ്രില്യനിൽ ഓൺലൈൻ ബാച്ചിലായിരുന്നു. അപ്പം വളരെ നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു ബ്രില്യൻ്റ് പോയത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ഞാൻ എന്നും രാവിലെ എണീക്കും. പിന്നെ ഞാൻ റെക്കോർഡറായിരുന്നു കാണാതെ, സോ രാവിലെ പൊതുവേ ഞാൻ പഠിക്കുകയാണ് ചെയ്യാറ്. പിന്നെ വൈകുന്നേരങ്ങളിലായിരുന്നു ക്ലാസ്സൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ ബ്രില്യനിൽ ഇ ലേണിംഗ് ആപ്പ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാനത് കൂടാതെ ബ്രില്യൻ്റെ മെറ്റീരിയൽസൊക്കെ ചെയ്യുമായിരുന്നു. അതുകൂടാതെ ഞാൻ പുറത്തുനിന്ന് ബുക്ക് വാങ്ങിച്ചിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അവസാനം മോഡൽ എക്സാമിൻ്റെ ടൈമൊക്കെ ആയപ്പം കുറേ ഇ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ബ്രില്യൻ്റെ ഓൺലൈൻ ക്ലാസ്സും പ്രത്യേകിച്ച് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് നമ്മുടെ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറെ കുട്ടികളുടെ ഡൗട്ടും കിട്ടും. എൻ്റെ ക്ലാസ് ടീച്ചർ ഷാമിന മിസ് ആയിരുന്നു. പുള്ളിക്കാരി ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിലായിരുന്നപ്പം മുതൽ അവസാനം വരെ പുള്ളിക്കാരി എപ്പോഴും വിളിക്കുമായിരുന്നു. പിന്നെ അവസാനം ഒരു മാസം ഞാൻ ബ്രില്യൻ്റ് ഓഫ്ലൈനായിട്ടായിരുന്നു നിന്നത്. ഹോസ്റ്റലിൽ പോയി. അന്ന് മിസ് എന്നെ ഹോസ്റ്റലിൽ കാണാനൊക്കെ വന്നിരുന്നു. എനിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കോർഡിനേറ്റർ അജയ് സാറ് മിക്കവാറും എക്സാം കഴിയുമ്പോഴും ഞങ്ങളെ ഹോസ്റ്റലിൽ വന്ന് ഓൺലൈൻ പിള്ളേരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സാറിനോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളെ നോക്കാൻ വേണ്ടി ഒത്തിരിയധികം വാർഡന്മാരുണ്ടായിരുന്നു. അതിൽ നിത്യ മിസ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇനി 2025 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് നല്ലപോലെ പഠിക്കുക, കഷ്ടപ്പെടുക, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഫിസിക്സൊക്കെ പ്രത്യേകിച്ച് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി നേരം തിയറിയിൽ സ്പെൻഡ് ചെയ്യാതെ വായിക്കണം. അത് കഴിഞ്ഞ ശേഷം ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യുക. കെമിസ്ട്രി ആണെങ്കിലും തിയറി ചാപ്റ്റേഴ്സ് വായിക്കുക, പ്രാക്ടിക്കലായിട്ടുള്ള ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ് ചെയ്യുക. ബയോളജി എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രയും വായിക്കുക. ഇനിയിപ്പം നിങ്ങളിപ്പം +2 ചാപ്റ്റേഴ്സാണ് പഠിപ്പിക്കുന്നതെങ്കിലും +1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും എടുത്ത് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ഭയങ്കര എളുപ്പം കിട്ടും. ആ ടച്ച് വിട്ട് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഒത്തിരിയധികം എക്സാം എഴുതുക. അവരുടെ എക്സാമും അതെല്ലാവരും നിങ്ങളും പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്യുക. എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നല്ല എളുപ്പമാവും. പിന്നെ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുക. കഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾക്ക് കിട്ടും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.